ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, ചെറുപ്പം കരിച്ചു കളഞ്ഞാൽ ഒടുക്കം ഇരുന്ന് കരയേണ്ടി വരും. അങ്ങനത്തെ പല സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബൈബിളിലുള്ള സംഭവങ്ങൾ, വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണാവുന്ന ചില കാര്യങ്ങൾ. രണ്ട് വ്യക്തികളെ നമ്മൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, വിശുദ്ധ മക്കാരിയൂസ്. ചെറുപ്പകാലത്ത് പലരും പല കുസൃതിത്തരങ്ങളൊക്കെ കാണിക്കും. ഇനി എന്ന് പറഞ്ഞ പോലെ ഈ മക്കാരിയൂസ് മറ്റു കൂട്ടുകാരോടൊപ്പം കൂടി ഒരു കോമ്പൗണ്ടിൽ കയറി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അത്തിപ്പഴം അവർ പറിച്ചെടുത്തു. അതിനകത്തുനിന്ന് ഒരേ ഒരെണ്ണേ ഉള്ളൂ മക്കാരിയൂസ് തിന്നുള്ളൂ. പക്ഷേ പിന്നീട് അവന് അതേക്കുറിച്ചൊരു ചിന്ത വന്ന്, ഞാൻ കാണിച്ചത് തെറ്റാണ്, അന്യൻ്റെ സാധനം കട്ടു തിന്നു. അതാണ് അവൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത. പറഞ്ഞിരിക്കുന്നത്, ഒരു കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അവിടെ കൊണ്ട് തീർക്കുക മാത്രമല്ല, മരണം വരെ ഈ ഒരു കാര്യം ഓർത്ത് കരഞ്ഞു എന്നാണ് മക്കാരിയൂസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയൊരു കാര്യം, ചെറിയൊരു സുഖത്തിൻ്റെ പിന്നാലെ പോയി ചെറിയൊരു നേട്ടം, അരുതാത്ത ഒരു നേട്ടം കൊയ്തു. അതിൻ്റെ ഫലമായിട്ട് മരണം വരെ കരയേണ്ടി വന്ന ഒരു വ്യക്തി. മറ്റൊരു സംഭവം പറയപ്പെട്ടിരിക്കുന്നത്, ഇംഗ്ലണ്ടിൽ ഒരു സന്യാസ പൗരത്തിലൊക്കെ ചേർന്നു ട്രെയിനിങ്ങിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഈ സന്യാസി വളരെ കെയർലെസ് ആയിട്ട് ജീവിച്ചു, എന്ന് പറഞ്ഞാൽ അശ്രദ്ധനായിട്ട് ജീവിച്ചു. തനിക്ക് ഇഷ്ടമുള്ള പോലെ ഇന്ന് നമുക്കാണെങ്കിൽ സാധിക്കും, വേണേ വൈദിക വിദ്യാർത്ഥികൾ എല്ലാവരും പ്രാർത്ഥനയുടെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. വേണേ അനുസരണക്കേട് കാണിക്കുന്നവർ, തോന്നിയാസം പ്രവർത്തിക്കുന്നവർ, ചിലരെ അതിൻ്റെ പേരിലൊക്കെ സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. ഏതാണ്ട് ഇതുപോലെ വളരെ അശ്രദ്ധനായി ജീവിച്ച ഒരു സന്യാസി. പലരും പുള്ളിയെ ഉപദേശിച്ചു, വേണേ കൗൺസിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി. എന്നിട്ടും വേണ്ടതുപോലെ ജീവിതം മാറാതിരുന്ന ഒരു സന്യാസി. ഒരിക്കൽ ഈ സന്യാസി ഇങ്ങനെ ഒരു വിഷൻ കാണുക, ഒരു ദൃശ്യം, വേണേ ഒരു സ്വപ്നം കാണും പോലെ ഒരു രംഗം കാണുക. കണ്ടത് നരകമാണ്. അതും പോരാഞ്ഞിട്ട് ആ നരകത്തിൽ വലിയൊരു കുഴി. ഈ മനുഷ്യന് കിട്ടിയ ഒരു സന്ദേശം, ഈ കുഴി നിനക്ക് വേണ്ടിയുള്ളതാണ്. നീ നരകത്തിൽ പോകും എന്നുള്ളത് മാത്രമല്ല, നിനക്ക് അസൈൻ ചെയ്തിരിക്കുന്ന, നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം ഈ കുഴിയാണ്. കാരണം ഇത്രയും വലിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, നല്ല ഒരു ശ്രദ്ധാപൂർവം ഒരു സന്യാസ ജീവിതം നയിക്കാൻ അവസരം ഉണ്ടായിട്ട് അതൊന്നും പ്രയോജനപ്പെടുത്താതെ അശ്രദ്ധനായി ജീവിച്ചതുകൊണ്ട് നിനക്ക് വരാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. ഈ സന്യാസി കരയാൻ തുടങ്ങി. ഇവർ പലരും ഇത് കണ്ടിട്ട് ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചു. സാരമില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും നീ അനുദപിച്ചല്ലോ, മതി, ദൈവം നിന്നോട് കരുണ കാണിക്കും, അങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും പുള്ളിക്ക് ആശ്വാസം വന്നില്ല. അങ്ങനെ മരണം വരെ ആ മനുഷ്യൻ കരഞ്ഞ് അവർ നിരാശയിൽ നിന്നും പുറത്തു വരാനാവാതെ മരിച്ചു എന്നതാണ് ആ ഒരു സംഭവം എടുത്ത് കാണിക്കുക. ആണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചെറുപ്പം കരിഞ്ഞു പോയാൽ പിന്നീട് ഇരുന്ന് കരയേണ്ടി വരും. അത് വരാതിരിക്കാൻ നമ്മുടെ ചെറുപ്പകാലം നമ്മൾ വളരെ വളരെ ശ്രദ്ധാലുക്കളാകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 സാമുവേൽ 2-ാം അധ്യായം 17-ാമത്തെ വചനം എടുക്കുമ്പോൾ, ഏലിയുടെയും മക്കളുടെയും പാപം ഗുരുതര പാപമായിട്ട് ദൈവം കണ്ടു. എന്തായിരുന്നു? അവർ വല്ലോ വ്യഭിചാരം ചെയ്തതോ, കൊലപാതകം ചെയ്തതോ, മോഷ്ടിക്കാൻ പോയതോ വല്ലോ ആണോ? ഒന്നുമല്ല. അശ്രദ്ധയോടെ കർത്താവിൻ്റെ അർച്ചനയെ വീക്ഷിച്ചു. ശുശ്രൂഷയിൽ വന്നുപോയ ചില അശ്രദ്ധ, അതുപോലും വളരെ ഗൗരവമുള്ള ഒരു പാപമായിട്ട് ദൈവം കണ്ടു എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ചെറുപ്പത്തിൽ സുഖിച്ച ചില ബൈബിൾ കഥാപാത്രങ്ങൾ. ഇനി അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അവരൊക്കെ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ബൈബിൾ കഥാപാത്രങ്ങൾ. എസെക്കിയേൽ 23-ാം അധ്യായം എടുത്താൽ ഒരു സംഭവം അവിടെ കാണാൻ പറ്റും. ഒരമ്മയ്ക്ക് 2 പുത്രിമാരുണ്ടായിരുന്നു. ഒരമ്മയുടെ 2 മക്കൾ, ഒരാൾ ഒഹോല, രണ്ടാമത്തേവള് ഒഹോലിബ. ഈ 2 പെൺമക്കൾ അവരുടെ ചെറുപ്പത്തിൽ ചെയ്ത ഒരു കാര്യം, യൗവനത്തിൻ്റെ വിഷയലമ്പടത്വം എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. 23-ാം അധ്യായം 21-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ പറ്റും. യൗവനത്തിൻ്റെ വിഷയലമ്പടത്വം അതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇനി അങ്ങനെ പോയപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, വിഷയലമ്പടത്വം, യൗവനത്തിൻ്റെ വിഷയലമ്പടത്വം അതിലേക്ക് പോയപ്പോൾ
ഉണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് ഏതാനും ചില വചനഭാഗങ്ങൾ കൂടി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനും എളുപ്പമുണ്ടാകും. 24-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ 24-ന്റെ 1 മുതൽ, എസെക്കിയേൽ 24:1 മുതൽ, നിങ്ങൾക്ക് ക്ലാവ് പിടിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയാണ്. നമുക്കറിയാലോ, ചില പാത്രത്തിനൊക്കെ ക്ലാവ് പിടിച്ചാൽ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചാലും വീഞ്ഞൊഴിച്ചാലും ഒക്കെ അതിന് പിന്നീട് ഒരു അരുചിയായിരിക്കും. കാരണം പാത്രം ക്ലാവ് പിടിച്ചത്. ഏതാണ്ട് ഇതുപോലെ എസെക്കിയേൽ 24-ന്റെ 13 വരുമ്പോൾ ഇസ്രായേൽക്കാരെക്കുറിച്ച് കർത്താവ് പറയാണ്, നിങ്ങളുടെ കട്ടിയേറിയ ക്ലാവ്. എന്താണത്? ഭോഗാസക്തി. ഒഹോല, ഒഹോലിബ. അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയാലും അവരുടെ യൗവനത്തിൻ്റെ വിഷയലമ്പടത്വമായി എടുത്തു കാണിച്ചിരിക്കുന്നത് ഈ ഭോഗാസക്തി. അതുമൂലം അവർ ക്ലാവ് പിടിച്ചവരെ പോലെയാണ്. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കുണ്ടാകാവുന്ന ചില കാര്യങ്ങൾ, ഇവിടെ തന്നെ ചില ശിക്ഷാ നടപടികളെക്കുറിച്ച് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 24-ന്റെ 23-ാമത്തെ വചനം, എസെക്കിയേൽ 24-ന്റെ 23, നിങ്ങൾ ക്ഷയിച്ചു പോകും. അവരുടെ ആ നന്മ, അവരുടെ ആ ഒരു ഗ്ലാമർ, അതെല്ലാം ക്ഷയിച്ചു പോകും. അതാണ് വചനം പറയുക. എന്നിട്ട് പറയാണ്, ഓരോരുത്തരും അപരനെ നോക്കി ഞരങ്ങും. ഇവിടെ ഞാൻ പറഞ്ഞ പിന്നീട് ഇരുന്ന് ഞരങ്ങുന്ന, കരയുന്ന ഒരവസ്ഥ അത് നമുക്ക് സംജാതമാകാം നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ. സോളമൻ്റെ കാര്യം, പ്രഭാഷകൻ 47:19, അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടു. സ്ത്രീകളുമായിട്ടുള്ള അവൻ്റെ ആ ഒരു ബന്ധത്തിൽ ശ്രദ്ധിക്കണം എന്ന് ദൈവം നിർദ്ദേശം കൊടുത്തിരുന്ന, വാണിംഗ് കൊടുത്തിരുന്ന, പക്ഷേ ആ ഒരു മേഖലയിൽ അവന് പരാജയം സംഭവിച്ചു. അഭിലാഷങ്ങൾ അവനെ കീഴ്പ്പെടുത്തി. 6-ാം അധ്യായം പ്രഭാഷകൻ 6:2 മുതൽ, അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടാൽ അത് നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. 1 രാജാക്കന്മാർ 11:9 കൂടി എടുക്കുകയാണെങ്കിൽ സോളമന് ദൈവം കൊടുത്ത നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും അവൻ അവഗണിച്ചു. അതുമൂലം അവൻ്റെ രാജ്യം പോലും വിഭജിക്കപ്പെട്ടു, അത് കൈവിട്ടു പോയി എന്നുള്ളത് കാണാൻ പറ്റും. ദാവീദിൻ്റെ കാര്യം, സങ്കീർത്തനം 25 7-ാമത്തെ വചനം, എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും ഓർക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ കാണാൻ പറ്റും. ജോബിൻ്റെ കാര്യം 13-ാം അധ്യായം 36 നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം ഞാൻ അനുഭവിക്കുന്നു. യൗവനം കരിച്ചാൽ പിന്നീട് നമ്മളിരുന്ന് കരയേണ്ടി വരും എന്നുള്ള ആ ഒരു സന്ദേശം. ഇനി നമ്മുടെ ചെറുപ്പം, യൗവനം, ഇതൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതും വചനം പറയുന്നുണ്ട്. പ്രഭാഷകൻ 25 3-ാമത്തെ വചനം, യൗവനത്തിൽ സമ്പാദിക്കാൻ പറ്റാത്തത് പിന്നീട് നിങ്ങൾ സമ്പാദിക്കാൻ പോകുന്നുണ്ടോ? 1 സാമുവേൽ 3, ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് ശുശ്രൂഷ ചെയ്ത സാമുവേലിനെ കുറിച്ച് അവിടെ കാണാൻ പറ്റും. സഭാപ്രസംഗൻ 12:1, ചെറുപ്പത്തിലെ ദൈവത്തെ അറിയണം, അതല്ലെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥമില്ലാണ്ടാകും. പ്രഭാഷകൻ 6:18, ജ്ഞാനസമ്പാദനം ചെറുപ്പത്തിലെ ആരംഭിക്കാൻ പറ്റും, പ്രായമാകുമ്പോഴും അത് തുടരാൻ പറ്റും. പുറപ്പാട് 10 9-ാമത്തെ വചനം എടുത്താൽ, യൗവനക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുക. ആരെല്ലാം ദൈവത്തെ ആരാധിക്കാൻ പോകണം എന്ന് ഫറവോ ചോദിച്ചപ്പോൾ ഒരു ലിസ്റ്റ് അവിടെ കൊടുക്കുകയുണ്ടായി. അതിലാദ്യം കൊടുത്തിരിക്കുന്നവരാണ് ഞങ്ങളുടെ യുവജനങ്ങൾ. ഇതൊക്കെ നമുക്ക് ചെറുപ്പത്തിലെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.